SKMJ സ്കൂളിലേക്ക് എത്തുന്നതിന് മുൻപ് കണ്ണൂരിൽ നിന്നും പുറപ്പെടുമ്പോൾ അദ്ദേഹം ആകാശമാർഗം നിരീക്ഷണം നടത്തിയിരുന്നു. ഈ ദുരന്ത മേഖല നിരീക്ഷണം നടത്തിയതിനൊപ്പം തന്നെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ചൂരൽമല സന്ദർശിക്കുകയാണ് അദ്ദേഹം. ये उजाड़ हो गया, 4 गांव तबाह हो गए और प्रधानमंत्री नरेंद्र मोदी इस वक्त उस स्थान पर पहुंचे हैं. ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രി ഇപ്പോൾ ചൂരൽമല സന്ദർശിക്കുന്നു. ADGP MR അജിത് കുമാർ, ജില്ലാ കളക്ടർ മേഘശ്രീ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെ ഒപ്പമുണ്ട്. ചീഫ് സെക്രട്ടറി ഉണ്ട്. ഇവരോടൊപ്പം ഉദ്യോഗസ്ഥരോടും മന്ത്രിമാരോടും ഗവർണർ ഇവരെല്ലാം ഒപ്പമുണ്ട്. ഇവരോടൊക്കെ ഒപ്പം ചൂരൽമല സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. मौजूद हैं और प्रधानमंत्री को इस बारे में पूरी जानकारी दी जा रही है. तो प्रधानमंत्री नरेंद्र मोदी का वायनाड में भूस्खलन से प्रभावित इलाकों का उन्होंने हवाई सर्वेक्षण വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം നരേന്ദ്രമോദി ഇതാ ചൂരൽമല ദുരന്ത മേഖല സന്ദർശിക്കുകയാണ്. ഉദ്യോഗസ്ഥ വൃന്ദം കൂടെയുണ്ട്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ, ഗവർണർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ എല്ലാവരുമായി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ തരൂ കമൽ. മോദി അദ്ദേഹം ചൂരൽമലയിൽ എത്തിയത് അദ്ദേഹം ആദ്യം പോയത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ, ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്കാണ്. അതായത് വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗത്തേക്ക്. ആ സ്കൂളിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ദുരന്ത ദിവസം ആദ്യം കാണുന്നത്. സ്കൂൾ പിന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ മുഴുവൻ തകർന്ന വീടുകളാണ്. അവിടെയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ നഷ്ടപ്പെട്ടത്. കുറെ പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഒരുപാട് ജീവനുകൾ നഷ്ടമായ ഒരിടം. ആ ഭാഗത്ത് കൃത്യമായും ഒരു ദുരന്ത ഭൂമി, വീടുകളൊക്കെ തകർന്ന് അത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു മേഖലയാണത്. ഈ പുഴയുടെ തീരത്തുള്ള ഈ പ്രദേശം. അങ്ങോട്ടാണ് അദ്ദേഹം ആദ്യം പോയത് എന്നാണ് ചൂരൽമലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹം ദുരന്ത ഭൂമി നേരിട്ട് കാണുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ആദ്യം ആകാശത്ത് നിന്ന് നിരീക്ഷണം നടത്തി. ഹെലികോപ്റ്റർ താഴ്ന്നു പറന്ന് ആ പ്രദേശത്തിന്റെ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഹെലികോപ്റ്ററിൽ നിന്ന് കൃത്യമായി ആ കാഴ്ച അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ക്ലോസ് ആയി വളരെ അടുത്തു നിന്ന് ആ ദുരന്ത ഭൂമി കാണുകയാണ്. അവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ആളുകളോട് ആശയവിനിമയം നടത്തുന്നുണ്ടാകും. ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടാവും. എന്തായാലും ഈ നേരിട്ട് പ്രധാനമന്ത്രി തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്നു എന്നതാണ് പ്രധാനം. അതിന് അനുസരിച്ചുള്ള പിന്തുണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ അതിജീവിതർക്ക് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം അവിടെ നിന്ന് മടങ്ങും. ഇനി ബെയിലി പാലത്തിലൂടെ അദ്ദേഹം നടന്നു പോകുമെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു. അത് അങ്ങോട്ട് അദ്ദേഹം പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം അദ്ദേഹം സ്കൂൾ ഭാഗത്തേക്ക് പോയി എന്നാണ് എനിക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മേപ്പാടിയിലേക്ക് വരും. മേപ്പാടിയിൽ നിന്ന് തിരിഞ്ഞ് വിംസ് ആശുപത്രിയിലാണ് ഇനി അദ്ദേഹം പോവുക. അവിടെ നിന്ന് മടങ്ങുന്ന വഴിയിൽ ഹയർ സെക്കൻഡറി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറിയിലെ ക്യാമ്പിൽ ഇറങ്ങും. അവിടെയും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് സംസാരിച്ച ശേഷം കൽപ്പറ്റയിലേക്ക് മടങ്ങും. കലക്ടറേറ്റിലാണ് അവലോകന യോഗം. അതും പൂർത്തിയാക്കി പ്രധാനമന്ത്രി കണ്ണൂർ വഴി തിരിച്ചു പോകും. ശരി, കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.